Hello everyone. Welcome to Edupert Accountancy class. So, ഇന്ന് മാം ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് journal entries. ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുക in the sense easy ആണ് but it is useful in every chapter. എല്ലാ ചാപ്റ്ററിലും ഈ ജേർണൽ എൻട്രി എന്ന സംഭവം ഉണ്ട് അല്ലേ. നമ്മുടെ ഈ +1 മാത്രമല്ല +2 നമുക്ക് ആവശ്യമുള്ള സാധനമാണ് എന്ത് ഈ ജേർണൽ എൻട്രീസ്. അപ്പോൾ അത് തറോ ആക്കുക എന്നുള്ളത് ഒരു അക്കൗണ്ടൻസി സ്റ്റുഡൻ്റ് ആയ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഹൗ ടു ഡു ദ ജേർണൽ എൻട്രി വെരി ഈസിലി. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കുറച്ച് കൂടുതലായിട്ട് തോന്നാം, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് വൺസ് യു ഗെറ്റ് ഇറ്റ് ഇൻസൈഡ് യുവർ ഹെഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ബാക്കിയുള്ളതൊക്കെ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മൂവ് ഓൺ. ജേർണൽ എൻട്രീസ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ടതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും റൂളുകൾ. ഓക്കെ, അസറ്റ് കൂടിയാൽ ഇത്ര, ഡെബിറ്റ് കൂടിയാൽ ഇത്ര, ക്രെഡിറ്റ് കുറെ കേട്ടിട്ടുണ്ട് എല്ലാ അക്കൗണ്ടൻസി ക്ലാസ്സിലും അല്ലേ. സോ അതിനു വേണ്ടി ഞാൻ ആകെ 5 ഐറ്റത്തിനെ എടുക്കുന്നുള്ളൂ. ആ 5 ഐറ്റത്തിന്റെ റൂൾസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ, എന്താണ് ഈ 5 ഐറ്റംസ്? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ലോസസ്, റവന്യൂ ആൻഡ് ഇൻകം. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ലോസസ്, റവന്യൂ ആൻഡ് ഇൻകം. ഈ 5 ഹെഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ബൈ ഹാർട്ട് ആക്കി പഠിക്കുക. കാരണം ഈ 5 ഹെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും എന്ത് ചെയ്യണം, ഈ 5 ഹെഡിനെ കണക്കാക്കണം. സോ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനി ഓൺ ചെയ്യുന്നതെല്ലാം, ഒരു കമ്പനിയുടെ സ്വന്തമായിട്ടുള്ളത്. സപ്പോസ് എനിക്കൊരു കാർ ഉണ്ട്, അത് എൻ്റെ അസറ്റ് ആണ്. ആ കമ്പനി ഓൺ ചെയ്യുന്ന എല്ലാത്തിനാണ് എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ, നമ്മൾ കടമായിട്ട് കൊടുക്കാനുള്ളത്, കടം കൊടുക്കാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാം, ലയബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ, ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എക്സ്പെൻസസോ, ചെലവുകൾ, ഇൻകം, റവന്യൂ, വരുമാനങ്ങൾ. ഓക്കെ, ഇതിന് ചില റൂളുകൾ, നിങ്ങൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് കേട്ടിട്ടില്ല. ചില സാധനം നമ്മൾ ഡെബിറ്റ് ചെയ്യും, ചില സാധനം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എന്തൊക്കെയാണ് ഈ ഡെബിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈ ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലെ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. ഈസി ആയിട്ട് മാം പറഞ്ഞുതരാം. ഡെബിറ്റ് ചെയ്യുന്നത് ചില സാധനം കൂടുന്ന സമയത്ത് ഈ 5 ഹെഡ് ചിലത് കൂടിയാൽ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും, ചിലത് കുറഞ്ഞാൽ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഈസി ആയിട്ട് നോക്കാം. അസറ്റിനെയും എക്സ്പെൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡിലേക്ക് എടുക്കാം, അസറ്റിനെയും എക്സ്പെൻസിനെയും. ഓക്കെ, അസറ്റിനും എക്സ്പെൻസിനും ഒരേപോലെയാണ് ട്രീറ്റ്മെന്റ്, അവരെ ട്വിൻസ് ആക്കി എടുക്കാം. ഓക്കെ, അസറ്റോ എക്സ്പെൻസസോ കൂടിയാൽ, അതായത് എനിക്ക് മെഷീൻ വാങ്ങിയപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ അസറ്റ് കൂടി അല്ലേ. അല്ലെങ്കിൽ ഞാനൊരു കാർ വാങ്ങി, അപ്പൊ എൻ്റെ അസറ്റ് എന്ത് ചെയ്തു, കൂടി. എക്സ്പെൻസ്, ഞാനൊരു എന്ത് വാങ്ങി, ഒരു ഗുഡ്സ് വാങ്ങി, അത് എൻ്റെ എക്സ്പെൻസാണ്. പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ എന്താണ്, എക്സ്പെൻസാണ്, ചെലവാണ്. ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോൾ എനിക്ക് എന്താണ്, ചെലവാണ്. ചെലവ് എന്ത് ചെയ്തു, കൂടി. അതായത് കൂടി, അസറ്റ് കൂടി. 1 സെക്കൻഡ്. ഓക്കെ, അസറ്റ് കൂടി. അസറ്റ് കൂടിയാൽ എന്താണ്, ഡെബിറ്റ്. എക്സ്പെൻസസും കൂടി. അപ്പൊ അത് ഞാൻ ഏത് കോളത്തിലാണ് എഴുതിയത്, ഡെബിറ്റ് കോളത്തിലാണ് എഴുതിയത് അല്ലെ. അതിന്റെ അർത്ഥം എന്താ, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ കൂടിയാൽ ഡെബിറ്റ് ആണെങ്കിൽ കുറഞ്ഞാൽ എന്താ, ക്രെഡിറ്റ്. അപ്പം അസറ്റും എക്സ്പെൻസസും കൂടിയാൽ ഡെബിറ്റ്, കുറഞ്ഞാൽ എന്താണ്, ക്രെഡിറ്റ്. ഞാൻ ബാക്കി 3 ഐറ്റത്തിന് എന്ത് ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല അല്ലെ. ബാക്കി 3 ഐറ്റത്തിന് ഞാൻ എന്ത് ചെയ്തു, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ആൻഡ് ഇൻകം, ഈ 3 ഐറ്റത്തിന് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇവർ 3 പേരും എന്താണ്, ഒരേപോലെയാണ്. ഇവരെ 3 പേരും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അസറ്റ് കൂടിയപ്പോഴാണ് ഡെബിറ്റ്, അപ്പൊ ലയബിലിറ്റി എപ്പോഴാണ് ഡെബിറ്റ് ആവുക, ലയബിലിറ്റി കുറഞ്ഞാലാണ് ഡെബിറ്റ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അസറ്റിന്റെയും ലയബിലിറ്റി എക്സ്പെൻസിന്റെയും നേരെ ഓപ്പോസിറ്റ്. ലയബിലിറ്റി അസറ്റ് കൂടിയപ്പോൾ ഡെബിറ്റ് ചെയ്തു, അപ്പൊ ലയബിലിറ്റി കുറഞ്ഞാലാണ് ഡെബിറ്റ് ചെയ്യുക. അപ്പൊ ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഡെബിറ്റിന്റെ അസറ്റിന്റെയും എക്സ്പെൻസിന്റെയും റൂള് നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കി 3 എണ്ണത്തിന്റെയും റൂൾ എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പ്ലസ് ഉള്ളതുകൊണ്ട് ബാക്കി 3 എണ്ണം എന്താ, മൈനസ്. ഇവിടെ 2 എണ്ണത്തിലും മൈനസ് ഉള്ളതുകൊണ്ട് ബാക്കി 3 എണ്ണം എന്താണ്, പ്ലസ് ആക്കിയിട്ടും നിങ്ങൾക്ക് കണക്കിലാക്കാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിന്റെ ടേബിളിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് കൂടിയാൽ ഡെബിറ്റ്, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ്. ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ്, കുറഞ്ഞാൽ ഡെബിറ്റ്. ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ്, കുറഞ്ഞാൽ എന്താണ്, ഡെബിറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ജേർണൽ എൻട്രീസ് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് മിസ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അക്ബർ started business with cash.
ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ അക്ബർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. നിങ്ങൾ ജേർണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ എന്തായാലും രണ്ട് ഐറ്റം ഉണ്ടാവും. അതായത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാവും, രണ്ട് ഐറ്റംസും ഉണ്ടാവും. ഏതൊക്കെ രണ്ട് ഐറ്റംസ് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. മെയിൻ ടാസ്ക് എന്താണ്? ഏതൊക്കെ ഐറ്റംസ് ആണ് ആ ഒരു ട്രാൻസാക്ഷനിൽ ഇൻക്ലൂഡഡ് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഓക്കെ, അക്ബർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ അക്ബർ തുടങ്ങി, എന്ത് തുടങ്ങി? ക്യാഷ് വെച്ചിട്ട് ബിസിനസ് തുടങ്ങി. ഈ ക്യാഷ് വെച്ച് ബിസിനസ് തുടങ്ങി എന്ന് പറയുമ്പോൾ ഈ ക്യാഷിന് പറയുന്ന പേരെന്താ? ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷും വന്നു, ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ക്യാപിറ്റലും വന്നു. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഒരു ട്രാൻസാക്ഷൻ എടുക്കുക, ആ ട്രാൻസാക്ഷനെ വെട്ടിപ്പൊളിക്കുക, ഏതൊക്കെ ഐറ്റംസ് ആണ്, രണ്ട് ഐറ്റം ഉണ്ട്, ആ രണ്ട് ഐറ്റത്തിന് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ 5 ഹെഡുകൾ ഇവിടെ പഠിച്ചില്ലേ? അതാ ഈ 5 ഹെഡുകൾ പഠിച്ചു. ഈ 5 ഹെഡിലുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾ കട്ട് ഔട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ആ ഒരു ട്രാൻസാക്ഷൻ എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്യാഷ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണ്? അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? യെസ്, ഈ ഒരു 5 ഹെഡിൽ ഏതിൽ വരും? അസറ്റിൽ പെടും അല്ലെ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ? യെസ്, ക്യാപിറ്റൽ തന്നെ. അപ്പം എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താ? ക്യാഷ് എന്താണ്? ക്യാഷ് എന്താണ്? അസറ്റ് ആണ്. ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ തന്നെ. ക്യാഷ് എന്താണ്? അസറ്റ് ആണ്. ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ തന്നെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? മൂന്നാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ട്രാൻസാക്ഷൻ വെട്ടിപ്പൊളിക്കുന്നു, അതിൽ നിന്ന് രണ്ട് ഐറ്റം തിരഞ്ഞെടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പോ? ആ രണ്ട് ഐറ്റം ഏത് ഹെഡിലാണ്? 5 ഹെഡുകളെ പഠിച്ചിട്ടുള്ളൂ, വെറും 5 ഹെഡേ പഠിച്ചിട്ടുള്ളൂ. ആ വെറും 5 ഹെഡിൽ ഏത് ഐറ്റത്തിലാണ് എന്ത് പെടുന്നത്? ആ ഒരു സാധനം പെടുന്നത്. ഇവിടെ ഇപ്പൊ ക്യാഷും ക്യാപിറ്റൽ ആണോ നോക്കിയിട്ട്, ക്യാഷ് അസറ്റ് ആണ്, ക്യാപിറ്റലാണ്. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇത് കൂടാണോ കുറയാണോ ചെയ്തെന്നുള്ളത് നോക്കാം. ക്യാഷ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് എന്ത് വന്നു? ക്യാഷ് വന്നു എന്ന് പറയുകയാണെങ്കിൽ ക്യാഷ് എന്ത് ചെയ്തു? കൂടി. ക്യാഷ് എന്ത് ചെയ്തു? കൂടി. യെസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്താ? കൂടി, ക്യാഷ് കൂടി. നെക്സ്റ്റ് ക്യാപിറ്റൽ വന്നപ്പോൾ ക്യാപിറ്റൽ എന്ത് ചെയ്തു? കുറഞ്ഞോ? അല്ല, ക്യാപിറ്റൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലും കൂടും. അതായത് ഇവിടുത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? മോൾസത് പ്ലസ് അല്ല, അപ്പൊ അടിക്കത്തെ മൈനസ് ആവും എന്നുള്ള ചിന്താഗതി പോവരുത്. രണ്ടും പ്ലസ് ആവാം, രണ്ടും മൈനസ് ആവാം കേട്ടോ. സോ അസറ്റും കൂടി, ക്യാപിറ്റലും കൂടി. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇങ്ങനെ കൂടി, അസറ്റ് കൂടിയാൽ എന്താ റൂള്? ഡെബിറ്റ് അല്ലെ. അസറ്റ് കൂടിയാൽ എന്താണ് റൂള്? ഡെബിറ്റ്. സോ ഇവിടെ എന്ത് ചെയ്യാം? ഡെബിറ്റ്. ക്യാപിറ്റലും കൂടിയാൽ എന്താണ്? ഡെബിറ്റ്. ക്യാപിറ്റൽ കൂടിയാൽ എന്താണ്? ക്രെഡിറ്റ്. ഇവിടെ എന്താണ്? ക്രെഡിറ്റ്. യെസ്, അപ്പൊ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റലിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതിൽ നിന്നും ജേർണൽ എൻട്രി ചെയ്തുകൂടെ? ജേർണൽ എൻട്രി എങ്ങനെ വരുന്നത്? ദിസ് ആൻഡ് ദിസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ദിസ് ആൻഡ് ദിസ് അക്കൗണ്ട് അല്ലെ. ദിസ് ആൻഡ് ദിസ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇങ്ങനെയാണ് അക്കൗണ്ട് വരുന്നത്. അപ്പൊ ഏതാ ഡെബിറ്റ് എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ ഇവിടുന്ന്. ഇവിടെ ഏതാ ഡെബിറ്റ് ചെയ്യുന്നത്? ക്യാഷിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. എന്താ വരുന്നത്? ഫസ്റ്റത്തെ എൻട്രി എന്താ വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. മനസ്സിലായല്ലോ? ഒരു 3 സ്റ്റെപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്തു? ഈസി ആയിട്ട് ഒരു ജേർണൽ എൻട്രി ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മെഷീനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഓക്കെ, ഇവിടെ എന്ത് വരുന്നുണ്ട്? മെഷീനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഇവിടെ പർച്ചേസ് എന്നുള്ള വാക്ക് വന്നു, പക്ഷെ നിങ്ങൾ പർച്ചേസ് എടുക്കരുത്. കാരണം എന്താണ്? ഇവിടെ പർച്ചേസ് ചെയ്തത് എന്താണ്? അസറ്റ് ആണ് പർച്ചേസ് ചെയ്തത്. രണ്ടാമത്തതോ പർച്ചേസ്ഡ് ഗുഡ്സ്, അത് പർച്ചേസസിലാണ് കൊണ്ടത്. കാരണം എന്താണ്? നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. ഫിക്സ്ഡ് അസറ്റും കറണ്ട് അസറ്റിന്റെ വ്യത്യാസമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. മെഷീനറി എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് അസറ്റ് ആണ്. സോ മെഷീനറി എങ്ങനെയാണ്? മെഷീനറി എന്താണ്? അസറ്റ് ആണ്. സോ എങ്ങനെ മെൻഷൻ ചെയ്യാം? മെഷീനറി എന്ന് പറഞ്ഞൊരു ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞൊരു ഐറ്റം വന്നിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻ നമ്മൾ വെട്ടിപ്പൊളിച്ചപ്പോൾ 2 ഐറ്റംസ് കിട്ടി. ഫസ്റ്റത്തെ എന്താണ്? മെഷീനറി എന്ന് പറഞ്ഞൊരു ഐറ്റം കിട്ടി. നെക്സ്റ്റ് എന്താ? ക്യാഷ് എന്ന് പറഞ്ഞൊരു ഐറ്റവും കിട്ടി. ഓക്കെ, ഇനി ഇത് രണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഏത് ഹെഡിന്റെ അണ്ടറിലാണ്? 5 ഹെഡ് ഉണ്ട്. ആ 5 ഹെഡ് ഏത് ഹെഡിന്റെ അണ്ടറിലാണ് വരുന്നത്? മെഷീനറി ഏത് ഹെഡിന്റെ അണ്ടറിലാണ് വരുന്നത് മക്കളെ? മെഷീനറി അസറ്റ് ആണല്ലോ. യെസ്, അസറ്റ് ആണ്. അപ്പൊ ക്യാഷോ? ക്യാഷും അസറ്റ്. യെസ്, ക്യാഷും അസറ്റ്. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? കൂടാണോ കുറയാണോ? മെഷീനറി വാങ്ങിയപ്പോൾ നമ്മുടെ അസറ്റ് കൂടിയോ കുറഞ്ഞോ? യെസ്, അസറ്റ് എന്ത് ചെയ്തു? കൂടി. അസറ്റ് കൂടി. ക്യാഷ് അസറ്റ് കൊടുത്തു വാങ്ങി, അപ്പൊ എന്ത് ചെയ്യും? അസറ്റ് കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ? യെസ്, ക്യാഷ് എന്ത് ചെയ്തു? ഒരു മെഷീനറി വാങ്ങിയപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? പൈസ കൊടുക്കും അല്ലെ. പൈസ കൊടുക്കും, നമ്മുടെ പൈസ കുറയും. സോ അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. ക്യാഷ് അസറ്റ് കൂടി, അസറ്റ് കുറഞ്ഞു. അസറ്റ് കൂടിയാൽ എന്താ ചെയ്യുക? റൂൾ എന്താണ്? ഡെബിറ്റ്. അസറ്റ് കുറഞ്ഞാലോ? ക്രെഡിറ്റ്. യെസ്, അപ്പൊ അസറ്റ്
കൂടി എന്താ വരുന്നത് ഡെബിറ്റ്, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പൊ എന്താ എൻട്രി എന്താ മക്കൾ എന്നെ പറഞ്ഞേ? യെസ്, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ, മെഷീനറിനെ ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ് അക്കൗണ്ട്. അടുത്ത എൻട്രി എന്താ വരുന്നത്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. യെസ്. ഇനി അടുത്തത് എന്താ വരുന്നത്? നമുക്ക് റിസീവ്ഡ് കമ്മീഷൻ. ഇത് നോക്കാം. റിസീവ്ഡ് കമ്മീഷൻ കിട്ടി. ഓക്കെ, കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? കമ്മീഷനും വന്നു, പ്ലസ് എന്താ വന്നത്? ക്യാഷും വന്നു അല്ലെ. സോ എന്ത് വന്നു? കമ്മീഷൻ വന്നു, പിന്നെന്താ വന്നത്? ക്യാഷും വന്നു അല്ലെ. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു റവന്യൂ ആണ്, ഒരു ഇൻകം ആണ് അല്ലെ. സോ അതെന്ത് ചെയ്യുക? ഇൻകം ഓർ റവന്യൂ ആയിട്ട് കണക്കിലാക്കാം. എക്സ്പെൻസ് അല്ലല്ലോ, ചെലവല്ലല്ലോ കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ. കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വരവാണ്. യെസ്, അപ്പൊ അത് ഇൻകം ആണ്. ക്യാഷ് എന്ന് പറഞ്ഞാലോ അസറ്റ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്. ഇവിടെ കമ്മീഷൻ എന്ത് ചെയ്തു? കിട്ടി. അതായത് ഇൻകം എന്ത് ചെയ്തു? കൂടി. കമ്മീഷൻ കിട്ടി, അപ്പൊ അസറ്റ്, ക്യാഷ് എന്നുള്ള അസറ്റും എന്ത് ചെയ്തു? കൂടി. ക്യാഷ് എന്ത് ചെയ്തു? കൂടി. അപ്പം ഇൻകവും കൂടി, അസറ്റും കൂടി. ഇൻകം, അസറ്റ് കൂടിയാൽ എന്താണ്? ഡെബിറ്റ്. ഇൻകം കൂടിയാലോ ക്രെഡിറ്റ്. സോ ഇതെന്താണ്? ക്രെഡിറ്റ്. ഇവിടെ എന്താണ്? ഡെബിറ്റ്. റൂൾസ് നോക്കട്ടോ. ഈ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജേർണൽ എൻട്രീന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഈ ടേബിൾ ബൈ ഹാർട്ട് ആക്കി പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് വരച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുക. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കും. കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്? ക്യാഷിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത് അല്ലെ. സോ എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ അല്ലേ വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ. ഓക്കെ, സോ ഇതിൽ കൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ജേർണൽ എൻട്രീസ് എങ്ങനെ ചെയ്യാന്ന്. അപ്പൊ ഏത് ഹെഡിനാണല്ലോ ഫസ്റ്റത്തെ ടാസ്ക് ഇതിലുള്ളത് എന്താണ്? ആ ട്രാൻസാക്ഷനിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡഡ് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യലാണ് നിങ്ങളൊരു ടാസ്ക്. ആ ടാസ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഐഡന്റിഫൈ ചെയ്ത 2 ഐറ്റം ഏത് ഹെഡിലാണ് വരുന്നത് നോക്കാം. ആ ഹെഡ് വന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക. 5 ഹെഡല്ലോ, ആ 5 ഹെഡ് ഏതാണെന്നുള്ള മീനിങ് മനസ്സിലായി നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് കൂടാണോ കുറയാണോ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ കൂടാണെങ്കിൽ എന്താ റൂള്, കുറയാണെങ്കിൽ എന്താ റൂൾ എന്നുള്ളത് എഴുതാം. ജേർണൽ എൻട്രീസ് എഴുതാം. ഈസി ആയിട്ട് കഴിയല്ലോ അല്ലെ. യെസ്. സോ എല്ലാവരും ജേർണൽ എൻട്രീസിന്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരൂല എപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ. അപ്പൊ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക ജേർണൽ എൻട്രി. ഞാൻ പറയാണ് മക്കളെ, ഇവിടെ +1 കൊണ്ട് തീരുന്നില്ല ജേർണൽ എൻട്രി. +2ലേക്കും ഡിഗ്രി ബേസിൽ എവിടെ പോയാലും നിങ്ങൾ അക്കൗണ്ട്സ് എത്ര കാലം കണ്ടുകൊടുക്കുന്നുണ്ട് അവിടൊക്കെ എന്ത് വേണം? ജേർണൽ എൻട്രീസ് വേണം. സോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, all of you stay tuned. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, then bye.